സജി എന്താടോ അത് കഥകളിയാ? എന്ത് പ്രഹസനമാണ് സജി. എന്റെ പൊന്നു മഹിമേ, ഉള്ള കാര്യം ഞാൻ പറയാം, ഒട്ടും ഗുഡല്ല ഞാൻ. മമ്മൂട്ടിയുടെ ചെറുപ്പം ദുൽഖറ. അത് ബ്രില്യന്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ഷെയ്നെ ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ. പക്ഷെ ഇതിൽ നേരെ ഓപ്പോസിറ്റ്, ഭയങ്കര ജോളി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിരിച്ചോണ്ട്. അടുത്ത പടത്തില് ഞാന് ഷൈനികത്തിന്റെ നടിയായിട്ട് വരാം. ഷൈനികത്തിന്റെയോ? ആരാ ഷൈനികം? ഷൈനിക ഇവിടെ ഇതാ തിയേറ്ററിൽ RDX പോയി കണ്ടു. RDX കഴിഞ്ഞ് കഴിഞ്ഞപ്പം തങ്കം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചേട്ടനെയും ഈ ചേച്ചിനെയും വെച്ച് വെളിച്ചമുള്ളിടത്തുള്ള സിനിമ ചെയ്യണം, ഇരുട്ടത്തല്ലാതെ വെളിച്ചമുള്ളിടത്തുള്ള സിനിമ ചെയ്യണം എന്ന് പറഞ്ഞതിനകത്ത് ലിറ്റിൽ ഹാർട്ട്സ് ഉണ്ടാവുന്നത്. ഷൈൻ ചേട്ടനാണോ? അടുത്തെത്തിയിട്ടുണ്ട്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തതായിട്ട് ഇനി വിളിക്കാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ ഷെയ്ൻ നിഗത്തിൻ്റെ ദ ക്യൂനെയാണ് ഞങ്ങൾ ഇനി വിളിക്കാൻ പോകുന്നത്. ഒരു മാസ് ഹിറ്റാണ് ഈ ഒരു ജോഡിയിൽ നിന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയത്. ഇനി ആ ഒരു വലിയ ഹിറ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയിലൂടെ നമ്മൾ വീണ്ടും കാണാൻ പോകുന്നത്. ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെ നമ്മൾ ആ താരസുന്ദരിയെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. മഹിമ. വന്നിട്ടേ ഒരു ബന്ധമില്ലാത്ത പോലെ നിൽക്കുന്നു. ഞാൻ നോക്കുന്നു, എനിക്ക് ഞാൻ എത്ര നേരം അവിടെ ഇരിക്കുവായിരുന്നല്ലോ, പിന്നെ സർപ്രൈസ് ഇട്ട് വെറുതെ. എന്നാലും വി ഷുഡ് ഡു ദിസ്. അപ്പൊ ഒരു ചെറിയ രാവിലെയും കൂടെ ഒരു വേറൊരു പരിപാടിയിൽ കണ്ടേ. അപ്പൊ ഒരു ചെറിയ പോപ്പുലർ റിക്വസ്റ്റ് ആണ് വന്നേക്കുന്നത്. കാരണം അത്രമാത്രമാണ് കേരളം നിങ്ങളുടെ ആ ഒരു ഈ പറയാ താര ജോഡികളെ ആ പാട്ടും ഏറ്റെടുത്തത്. ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ഒന്ന് കൈ പിടിച്ചൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലെങ്കിലും നമ്മൾ സന്തോഷം. നടക്കാനല്ല, ഒന്ന് മൂവ് ചെയ്താല് സോങ്ങിന്. സൂപ്പർ പാട്ട് പ്ലീസ്. വലിയൊരു കയ്യടി ഇപ്പൊ മഹിമ ആൻഡ് ഷെയ്ൻ നിഗം. അപ്പൊ ഷെയ്ൻ്റെ ഏറ്റവും ഹിറ്റ് നായികയാണ് ദേ ഉള്ളത്. ലിറ്റിൽ ഹാർട്ട്സിലും നമുക്ക് മഹിമ തന്നെയാണ്. സോ 2 പടം ദേ അടുപ്പിച്ച് ഷെയ്നുമായിട്ട് പുറത്തിറങ്ങാൻ ഇനി ഒരെണ്ണം കൂടെ നിൽക്കുന്നു. RDXൻ്റെ ഒരു വലിയ വിജയം കഴിഞ്ഞ് ലിറ്റിൽ ഹാർട്ട്സ്. എന്താണ് ഷെയ്ൻ നിഗം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്താണ്? ഇല്ല, ഞാൻ RDX ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷെയ്ൻ്റെ വലിയൊരു ഫാനായിരുന്നു. അപ്പം RDXൽ എനിക്ക് കോൾ വന്നപ്പം ഐ വാസ് വെരി എക്സൈറ്റഡ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള യങ് ആക്ടേഴ്സിൽ മോസ്റ്റ് റിച്ചസ്റ്റ് ആണ് ഷെയ്ൻ. അപ്പോൾ ഷെയ്ൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ആദ്യത്തെ പടത്തിൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പക്ഷെ ഞങ്ങൾ ആദ്യം മൂവി ചെയ്യുന്ന സമയത്ത് ഷെയ്ൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു, എൻ്റെ അടുത്ത് ഒട്ടും സംസാരിക്കില്ലായിരുന്നു. സെക്കൻഡ് മൂവി ഇപ്പോൾ ലിറ്റിൽ ഹാർട്ട്സ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയതും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതൊക്കെ. ഷെയ്നെ പറ്റി എനിക്ക് മനസ്സിലായത് എന്താ, ആളൊരു കംഫർട്ട് സോണിൽ വരാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചില്ല, നല്ലോണം സംസാരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ വരാനിരിക്കുന്നത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയാണ്. സാന്ദ്ര തോമസ് പ്രൊഡ്യൂസ് ചെയ്ത് ഷെയ്ൻ നിഗം ആൻഡ് മഹിമ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എത്തുന്ന ലിറ്റിൽ ഹാർട്ട്സിൻ്റെ പോസ്റ്റർ ആൻഡ് ട്രെയിലർ നമുക്കൊന്ന് നിങ്ങൾക്ക് മുമ്പാകെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നമുക്കൊന്ന് നിന്നൊന്ന് കണ്ടാലോ മഹിമ? അതെ, നീ അവളെ ഇനി പ്രേമിച്ചില്ലെങ്കിൽ എനിക്ക് പണിയാവൂ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. വൗ, സൂപ്പർ. ഒരു വലിയ ഐഡിയ എടുക്കാം. എനിക്ക് തോന്നുന്നു ടീസറിന് ഭയങ്കരമായിട്ടുള്ള
ഒരു റെസ്പോൺസാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ പോസ്റ്റർ ഉണ്ടോ നമുക്കൊന്ന് ഇടാനായിട്ട്? അതും കൂടെ ഇടാനായിട്ട് പോസ്റ്റർ റിവീൽ ചെയ്യാൻ പോവാണ്. ലിറ്റിൽ ഹാർട്ട്സ് എന്ന മൂവിയുടെ പോസ്റ്ററാണ് നമ്മളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് പോസ്റ്റർ റിവീൽ ചെയ്യാൻ ഈ ഒരു മൊമെൻറ്റിൽ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. സാന്ദ്ര ചേച്ചീനെയും ഒന്ന് വിളിക്കുകയാണ്. സാന്ദ്ര തോമസ് ആൻഡ് വിൽസൺ തോമസ് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. സോ ഇരുവരെയും വിളിക്കുകയാണ്. ചേച്ചി, ചേച്ചി ഒന്ന് വരാവോ? നമ്മുടെ മൂവി ടീം ഒന്ന് എത്താവോ? നമുക്കൊന്ന് പോസ്റ്റർ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട്. ആൻഡ് സാന്ദ്ര ചേച്ചിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിൽസൺ ചേട്ടനുണ്ട്. സോ എനിക്കൊന്നൊരു ഇടുക്കി കോട്ടയം പശ്ചാത്തലമാണ്. കട്ടപ്പനയാണല്ലേ? അപ്പാട്ടാ ചേച്ചി. എല്ലാവരും ഹലോ. ഈ കൈയല്ല, ഈ കയ്യിൽ തന്നെ. അത് കൊള്ളാം. സോ ചേച്ചി സർ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിലൂടെ ഞങ്ങളുടെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ പോസ്റ്റർ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗമായി മാറിയ ഒന്ന് തന്നെയായിരുന്നു എൻ്റെ ടീസർ. പോസ്റ്ററും കൂടി കാണാൻ പോവുകയാണ്. ഷെയ്ൻ നിഗം, മഹിമ എന്നിവർ താരജോഡികൾ, ഹിറ്റ് താരജോഡികൾ വീണ്ടും എത്തുന്ന ചിത്രം കൂടിയാണ് RDXന്റെ ശേഷം. കൂടാതെ സാന്ദ്ര ചേച്ചി ആൻഡ് വിൽസൺ ചേട്ടൻ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ആൻഡ് യെസ് പ്ലീസ് മഹിമ ഇങ്ങോട്ടേക്കാം. ചേച്ചി, എന്താണ് സിനിമയെ പറ്റി നമുക്ക് പറയാനുള്ളത് നമ്മളോട്? സിനിമ ആക്ച്വലി നമ്മളൊരു ചെറിയ സിനിമയോട് തുടങ്ങിയതാണ്. പിന്നെ ഷെയ്ൻ വന്നതിന് ശേഷമാണ് പയ്യെ പയ്യെ ഇതങ്ങ് വലുതാവാൻ തുടങ്ങിയത്. വലുതായി ആക്ച്വലി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചു. ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ കാണണം എന്ന് ആഗ്രഹം തോന്നുന്നൊരു സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ്. കാര്യം പലവട്ടം ഇപ്പോൾ കണ്ടു, പലവട്ടം നമ്മൾ എഡിറ്റിലും ഒക്കെ കാണുമ്പോഴൊന്നും ഒരു പ്രാവശ്യം പോലും നമുക്ക് ബോറടിക്കുകയോ അല്ലെ പിന്നെ കാണാൻ തോന്നുന്ന, ചിരിക്കാൻ തോന്നുന്ന. പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഷെയ്നെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പഴയ ലാലേട്ടനെ ഓർമ്മ വരും. യെസ്, അതായത് സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇപ്പോൾ ഫസ്റ്റ് ഡേ അവിടെ സെറ്റിൽ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കട്ടപ്പനക്കാരൊക്കെ നിൽക്കില്ല, അതേപോലെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എറണാകുളത്ത് ജനിച്ച് വളർന്ന ഒരാൾ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ബാക്കിൽ രണ്ടും കൈ കെട്ടി ഇങ്ങനെ മുണ്ട് കുറച്ച് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം തന്നെ നമുക്ക് ആ ക്യാരക്ടർ ആയതിൻ്റെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആസ് എ പ്രൊഡ്യൂസർ ഒരു ആക്ടർ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്ന കാണുമ്പോൾ. ഇത് ഇതിനു മുമ്പ് ജേട്ടൻ ഇടുന്ന കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ. ഒരു ക്യാരക്ടറിന് വേണ്ടി ഭയങ്കരമായിട്ട് പുള്ളി ഇൻവോൾവ് ആവും. അതേപോലെ ആ ക്യാരക്ടർ പിടിച്ച് ഫുൾ ടൈം സെറ്റിൽ നിൽക്കുക. അപ്പം എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഷെയ്നെ ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ. പക്ഷേ ഇതിൽ നേരെ ഓപ്പോസിറ്റ്, ഭയങ്കര ജോളി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിരിച്ചോണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഞാൻ വന്ന ഒരു 5 മിനിറ്റ് തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ചിരിക്കുന്ന കേട്ടു. അതേപോലെ ആയിരുന്നു സെറ്റിൽ ത്രൂ ഔട്ട്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ പോസ്റ്റർ നമ്മളൊന്ന് അൺവീൽ ചെയ്യാൻ പോവാണ്. ചേച്ചി, നമുക്കതൊന്ന് പ്ലേ ചെയ്താലോ വിത്ത് പ്രൊഡ്യൂസേഴ്സ് പെർമിഷൻ? ഓക്കെ, ഷ്യൂർ. നമുക്കൊന്ന് കണ്ടു നോക്കാം. പോസ്റ്ററാണ്. പോസ്റ്റർ ഒന്ന് കാണാൻ പോവാണ് നമ്മൾ. Little Hearts, World of Sibi and Shosha. Sandra Thomas Productions presents Little Hearts. അപ്പോൾ സാന്ദ്ര ചേച്ചിക്ക് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഷെയ്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്തതിന്. കാരണം ഷെയ്ൻ്റെ കാണാത്തൊരു രൂപത്തിലാണ് ഈ ഒരു സൈഡിലോട്ടൊക്കെ ഒന്ന് ചീകി ചെറിയൊരു മീശയൊക്കെ അങ്ങ് ചെറുതായിട്ട് പിരിച്ചിട്ട് ഒരു തനി ഷെയ്ൻ ഇട്ട എഫേർട്ടും കൂടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടിട്ട എഫേർട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ ഭാവുകങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. ചേച്ചിക്കും ചേട്ടനും ഭയങ്കര ഇത് സോഷ്യൽ മീഡിയയിലെ തരംഗമാണ്. ദേ രണ്ടുപേരും അലോൺസ് ഉറക്കത്തിന്റെ മൂഡിലാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വിഷിങ് ഓൾ ദ സക്സസ് ചേച്ചി. ഞങ്ങൾ ഒപ്പം ഉണ്ടാവും, സോഷ്യൽ മീഡിയ മൊത്തം ഉണ്ടാവും, ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കംപ്ലീറ്റ് ഫാമിലിയുടെ വിഷിങ് ഓൾ ദ സക്സസ്. അപ്പോൾ ഇനി തിയേറ്റേഴ്സിൽ കാണാം നമുക്ക്. താങ്ക് യു സോ മച്ച് ചേച്ചി. തെസ്നേച്ചി 2 വാക്ക് സംസാരിക്കണമെന്നുണ്ട് ഇതിലെ കഥാപാത്രത്തിനെ പറ്റി. ഓക്കെ, ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ സാൻഡ്രയുടെ മൂവിയിൽ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഷെയ്ൻ, മഹിമ, ഇവർ 2 പേരെയും എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്നതാണ്. ഷെയ്ൻ കുട്ടി മുതലേ അറിയാമല്ലോ. അബിക്കയുടെ കൂടെ വർക്ക് ചെയ്തു, മോൻ്റെ കൂടെ മാത്രം വർക്ക് ചെയ്യില്ല, ഫസ്റ്റ് ടൈമാണ്. പിന്നെ മഹിമ മോൾ കാര്യസ്ഥം മുതൽ ഉണ്ട്. കാര്യസ്ഥയിൽ ചെറിയ കുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്. നമ്മുടെ ദിലീപേട്ടൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നത്. ആ സമയത്ത് തൊട്ടിട്ട് ഇപ്പോൾ 13 വർഷമായി. ഈ
ക്യാരക്ടർ എനിക്ക് സാൻഡ്രയാണ് എന്നെ വിളിക്കുന്നത്. തെസ്നി ചേച്ചി കുറച്ചേ ഉള്ളൂ, പക്ഷേ തെസ്നി ചേച്ചിക്ക് പറ്റിയൊരു ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ ആലോചിച്ചത് കുറച്ചോ കുറയോ ഒന്നുമല്ല, നല്ലൊരു മൂവിയുടെ ഭാഗമാകുക, അതാണ്. ഇപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഒക്കെ നല്ല നല്ല സിനിമകളാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ എടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സിനിമയിൽ അവരുടെ ക്രൂവിൽ നമ്മളൊരു ഭാഗമാവാന്ന് പറയുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ്. ജാഫർ ഇടുക്കിയുടെ വൈഫായിട്ടാണ്. ഓക്കെ. വലുതായിട്ടൊന്നും പെർഫോം ചെയ്യാനില്ലെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ സെറ്റിൽ. കാരണം ഷെയ്നായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. ഫുൾ ഒരു ഫാമിലിയിൽ 3 ഫാമിലിയിൽ ഒരു ഫാമിലിയാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇൻവോൾവ് ആണ്. ആ സിനിമയിൽ തന്നെ ഒരുപാട് സ്ഥലത്തും നമ്മൾ വരുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ സിനിമ കണ്ടിറങ്ങിയാലും നമ്മളെ മറക്കില്ല. ഒരു സീനോ 2 സീനാണെങ്കിലും അതാണ് നമുക്ക് വേണ്ടത്. സിനിമയിൽ ചെറിയൊരു സ്പേസ് ആണെങ്കിലും ജനങ്ങൾ മറക്കില്ല. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും ബ്ലെസ്സിങ് വേണം കേട്ടോ. നല്ലൊരു സിനിമയായിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരുടെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങും വേണം. തീർച്ചയായിട്ടും ഈ പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന വളരെ പച്ചപ്പാണ് സിനിമയ്ക്ക് മൊത്തം ഉണ്ടാവുക. അപ്പോൾ ഒരു ഭയങ്കര മലയാളത്തുള്ളൊരു സിനിമ തന്നെയായിരിക്കും ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത്. തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ഷെയ്ൻ നിഗം മഹിമ കോംപോയിൽ RDX കഴിഞ്ഞൊരു വലിയ വിജയമാകട്ടെ സിനിമ എന്ന് വിഷ് ചെയ്യാണ്. സാന്ദ്ര ചേച്ചിക്ക് വിൽസൺ ചേട്ടൻ കാര്യം കൂടെ, ഞാൻ ഈ സിനിമയിലേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ നല്ല നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ RDX പോയി കണ്ടു. RDX കഴിഞ്ഞപ്പം തങ്കം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചേട്ടനെയും ഈ ചേച്ചിനെയും വെച്ച് വെളിച്ചമുള്ളിടത്തുള്ള സിനിമ ചെയ്യണം, ഇരുട്ടത്തല്ലാതെ വെളിച്ചമുള്ളിടത്തുള്ള സിനിമ ചെയ്യണം എന്ന് പറഞ്ഞതിനകത്ത് ലിറ്റിൽ ഹാർട്സ് ഉണ്ടാവുന്നത്. അപ്പൊ കാസ്റ്റിംഗ് ഡയറക്ടർ ദേ നിൽക്കുന്ന തങ്കമാണ്. ചെറുപ്പമായിട്ടാണ് ശോശയുടെ ആണല്ലേ? ശോശയുടെ ചെറുപ്പം അഭിനയിച്ചതും തങ്കമാണ് അല്ലേ? വാവ്, തങ്കം. തങ്കം ഇന്ന് മൂഡിലല്ല, പക്ഷെ തങ്കം പല മൂഡിലാ, ഇന്ന് മൂഡില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം മഹിമേനെ ഒന്ന് ഞങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യിക്കുകയാണ്. മഹിമ, പ്ലീസ് ലെറ്റ്സ് നോ മോർ അബൌട്ട് ദ മൂവി. യെസ് മഹിമ, ലിറ്റിൽ ഹാർട്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം കട്ടപ്പനയിലായിരുന്നു ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു? കട്ടപ്പനയിലെ ഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ശോഷ എന്നാണ്. ശോഷ. ഈ ക്യാരക്ടർ ഇപ്പം ഷെയ്ൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഒരു കട്ടപ്പനക്കാരൻ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഷെയ്ൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മോഡേൺ ആയ ഒരു പുറത്തൊക്കെ പോയി പഠിച്ച അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെത്. ഞങ്ങളുടെ 2 പേരുടെ സ്റ്റോറി മാത്രമല്ല, ഒരു 3 റിലേഷൻഷിപ്സിൻ്റെ കഥയാണ് ലിറ്റിൽ ഹാർട്സിൽ പറയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് ഫൺ വർക്കിംഗ് വിത്ത് ദ ടീം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയ ഒരു കൂട്ടം ഇന്നസെൻ്റ് ആയ ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളും അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എനിക്കിഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സീൻ ചെയ്യുമ്പം 2 പേരോ അല്ലെങ്കിൽ 3 പേരോ അല്ല അഭിനയിക്കുന്ന സീൻസിലൊക്കെ എല്ലാവരും ഉണ്ടാവും. നേരത്തെ തെസ്നി ചേച്ചി പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഒരുപാട് സീൻസ് ഞങ്ങൾ അങ്ങനെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം സീനിയറായ എക്സ്പീരിയൻസ്ഡ് ആയ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഷെയ്ൻ്റെ കൂടെ എനിക്ക് സെക്കൻഡ് ടൈം വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം ഉണ്ട്. ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. സൂപ്പർ. അപ്പോൾ ലിറ്റിൽ ഹാർട്സിനെ പറ്റി ഈ പറഞ്ഞ പോലെ നിറവാണ് മൊത്തം. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു കുളിർമ തോന്നും, ഭയങ്കര ഒരു ചിൽ ഫീൽ കിട്ടും നമുക്ക് ഈ കട്ടപ്പനയിലൊക്കെ. എനിക്കൊന്നും അങ്ങനെ ക്യാരക്ടേഴ്സ് അധികം ഷെയ്ൻ ചെയ്തിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു അച്ചായൻ ക്യാരക്ടർ അങ്ങനെ അത് വന്നിട്ടില്ല. അപ്പോൾ അത് കാണാനൊരു രസം ഉണ്ടാവും. ചെയ്യാത്തതാണ്. അതാണ് കറക്റ്റ്. അപ്പോൾ എന്താണേലും 2 പേരുടെയും ഒരു കട്ട ആരാധകൻ ഇവിടെ എത്താൻ പോവാണ്. ഇർഷാദ്, ഷെയ്ൻ ഒരു ഗിഫ്റ്റുമായിട്ടാണ് ഇർഷാദ് വരുന്നത്. ഇർഷാദ് പ്ലീസ് വായോ. നല്ലൊരു കൈയടി കൊടുത്തോണ്ട് തന്നെ ഇർഷാദിനെ ഞാൻ വിളിക്കുകയാണേ. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഇങ്ങോട്ട് നിൽക്കാം ഇർഷാദ്. യെസ്, ഇങ്ങോട്ട് നിന്നിട്ട് പൊട്ടിക്കാം. ഷെയ്ൻ ഇങ്ങനെ പിടിച്ചിട്ട് വാട്ടർ കളറാണ് ചെയ്തേക്കുന്നത്. പെൻസിലിൽ ചെയ്തിട്ടാണ്. അടിപൊളി. താങ്ക് യു സോ മച്ച് ഇർഷാദ്. താങ്ക്സ് ഇറ്റാൻ. ഇർഷാദ് എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ്? കാക്കനാടാണ്. എന്താ ചെയ്യുന്നത് ഇർഷാദ്? ടീച്ചർ, ആർട്ട് ടീച്ചറാണ്. അപ്പം വാട്ടർ കളർ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത് അല്ലേ? എത്ര ദിവസം എടുത്തു ചെയ്ത് തീർക്കാനായിട്ട്? ഓ അടിപൊളി. അപ്പോൾ എന്തായാലും ഇത്രയും ഒരു സമയം എഫേർട്ട് എടുത്തതിന് താങ്ക്സ് എ ലോട്ട്. ഷെയ്നെ ഇരിക്കാം. ഷെയ്നെ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരാൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ആളിപ്പം ശരിക്കും പറഞ്ഞാൽ ഷെയ്ൻ്റെ ഒരു പേരിൽ കാര്യമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, അഭിഷേക്
ഏത് രീതിയിലാണ് ഷെയ്ൻ ആണെന്ന് പറഞ്ഞാണ് ആള് നടക്കുന്നത് ആക്ച്വലി. അഭിഷേക് എങ്ങനെയാണെന്ന് എത്തിയിട്ട് മാത്രം പറയാം കേട്ടോ. മൈക്ക്. ഹൈ അഭിഷേക്. അപ്പം ഇരുന്നു. അഭിഷേക് ഒന്ന് ഞെട്ടിച്ചേ, ഷെയ്നെ ഒന്ന് ഞെട്ടിച്ചേ. നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് അതെ നമ്മുടെ ഫ്ലവേഴ്സിൽ. ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അസാധ്യമായിട്ട് ഷെയ്ൻ നിഗത്തിന്റെ ശബ്ദം മിമിക് ചെയ്യുന്ന ആൾ കൂടി അഭിഷേകാണ്. അതിന്റെ പേരിൽ ഒരുപാട് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഞെട്ടിച്ചേ ഞങ്ങളെ. ഷെയ്ൻ നിഗമായേ അഭിഷേകേ. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് തന്നെ ചെയ്യാം. ഓക്കെ. എടോ സജി, എന്താടോ അത് കഥകളിയാ? എന്ത് പ്രഹസനമാണ് സജി? എന്താണ് നീ ഔട്ടാവാറില്ലേ? എന്താണ് സച്ചിൻ ഔട്ടാവൂലേ? ആ നല്ല ബോളായിരുന്നു. എന്റെ പൊന്നു മഹിമേ, ഉള്ള കാര്യം ഞാൻ പറയാം, ഒട്ടും ഗുഡല്ല ഞാൻ. എന്താണ് അടിച്ചിട്ടുണ്ടെന്നാ? ഇല്ല, പച്ച കഞ്ചാവാ. അതൊക്കെ അടിച്ചാൽ വെറുതെ ചിന്തിച്ചിരിക്കേണ്ടി വരും. നമ്മ 100% ചില്ലാണ്. മൈ ഗോഡ് അല്ലേ, എനിക്ക് ചെയ്താന്ന് തോന്നുന്നു. അഭിഷേകിന് ഒരു ഷെയ്ൻ്റെ ഒരു ചായ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഷെയ്ൻ്റെ ചായ ഉണ്ട്, പക്ഷെ എല്ലാവരും ഫസ്റ്റ്ലി എല്ലാവരും കാണുമ്പോൾ പറയും ഷെയ്നത്തിന്റെ പോലെ ഉണ്ട് എന്ന് പറയും. ആണ്. ഇതാണോ സ്റ്റേജിൽ ചെയ്യുന്ന ഈ സൗണ്ട് ആണോ ഷെയ്ൻ്റെ ഈ ഡയലോഗ് പീസ് ആണോ ചെയ്യുന്നേ? പലതും ചെയ്യും. വേറെ ഏതാ ഉള്ളത്? വേറെ അങ്ങനെ മെയിൻലി ആൾക്കാർക്ക് മനസ്സിലാവുന്ന ചില dialogue. പിന്നെ ഞാൻ സ്പോട്ട് ഡബ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്പോട്ട് ഡബ് ചെയ്യാനാണ് ഏറ്റവും പാടും. മനസ്സിലായി. ലിപ്സിങ്കും കാര്യങ്ങളൊക്കെ കിസ്മത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. കിസ്മത്തിലല്ലേ? ഓക്കെ. അപ്പോൾ അടിപൊളി, വലിയൊരു ഐഡിയ എടുക്കാം അഭിഷേകിന്. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. താങ്ക്സ് എ ടൺ അഭിഷേക്. താങ്ക് യു. ഇനി ശരിക്കും ഒരുപാട് പേര് ഈ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഷെയ്ൻ എങ്ങനെയാണ് അവരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഇവൻ കഞ്ചാവാണോ? അവരെ കാണുമ്പോൾ എന്തായിരിക്കും ഷെയ്ൻ റിയാക്ട് ചെയ്യുന്നത്? അങ്ങനെയുള്ള കമൻറ്റ് കാണുമ്പോൾ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഷെയ്ന്? നോ കമൻസ് ആണ്. എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടല്ലേ, നോ കമൻസ് അറ്റ് ആൾ. അപ്പോൾ എന്താണേലും ജസ്റ്റ് ഇഗ്നോർ ദം. അതാണ്. നീ എന്താണേലും മഹിമയ്ക്കും ഷെയ്നും കൂടി ഞങ്ങൾ ഇത്രയും നിങ്ങൾ ഹിറ്റ് താരജോഡികളായതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ടാസ്ക് കൂടി തരാൻ പോവാണ്. വേറൊന്നുമല്ല, വളരെ ഈസി ടാസ്ക് ആണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഗെസ് ദ സെലിബ്രിറ്റി എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര്. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി മഹിമേനെ ഞാൻ എൻ്റെ സീറ്റിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ഗെസ് ദ സെലിബ്രിറ്റി. സാന്ദ്ര ചേച്ചി, മഞ്ജൂസ്, ഞാൻ കൊടുക്കട്ടെ സെലിബ്രിറ്റി. ഇത് നിങ്ങൾ രണ്ടുപേരും നോക്കാനേ പാടില്ല. അത് പറഞ്ഞോടനെ രണ്ടുപേരും ഇങ്ങനെ നോക്കാതെ ഇങ്ങനെ. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. അതായത് മഹിമ ഓരോ കാർഡായിട്ട് കാണിക്കും. അപ്പൊ ഷെയ്ൻ കണ്ടല്ലോ, ഇനി എനാക്ട് ചെയ്തോണ്ട് മഹിമേനെ കൊണ്ട് ഇത് ആരാന്ന് പറയിക്കണം. ഓക്കെ റെഡി? അപ്പൊ ഫസ്റ്റ് സെലിബിനെ എടുക്കാൻ പോവാണേ. ഫസ്റ്റ് ഓരോന്നായിട്ട് എടുക്കാവൂ. ആദ്യത്തെ സെലിബ് ആരാന്ന് ഇത് എനാക്ട് ചെയ്യണം. കമോൺ. ഒന്നും പറയാൻ പാടില്ല. ഞാൻ പറയട്ടെ, എനിക്ക് കാണാം. എന്റെ അപ്പൂസേ നോക്കിക്കോ. സെക്കൻഡ് വൺ. ഇത് കമോൺ, ഇത് യു ക്യാൻ ഡു. ഇതൊക്കെ അഭിനയിക്കണോ? എന്തെങ്കിലും അവരുടെ ഒരു ആക്ഷൻ ആകാം, എന്ത് വേണോ ആവാം. ഒരു ഡയലോഗ് പറഞ്ഞാൽ മതിയോ? ഡയലോഗ് പറയണ്ട, എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചാൽ മതി. എനിത്തിങ്. അവരുടെ ഒരു ഡയലോഗ് പറയണേ. ശരി, അവരുടെ ഒരു ഡയലോഗ്. കടവത്ത് എന്താ പരിപാടി? കഞ്ചാവാണോ? എന്താ കഞ്ചാവടിയാണോ? കേട്ടിട്ടുണ്ടോ? മലയാളമാണേ. താനിത് കണ്ടിട്ടുണ്ടാവണമെന്നോ? മൈക്കും കൂടെ ഞാൻ കൊടുത്തില്ല, സോറി കുഞ്ഞിനെ. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എന്ത് വേണോ കാണിക്കാം. ഇങ്ങനെ എന്ത് വേണോ കാണിക്കാം. കേളി ഹെയർ ആണോ? കേളി ഹെയർ ഉള്ള മലയാളി നടനാണോ? നടിയാണോ? പേളിയാണോ? കേളി ഹെയർ അല്ല മലയാളി നടി. അന്നബൻ ആണോ? വാവ്, കറക്റ്റ്. ഇനി ഇങ്ങനെ എന്നെ പിടിക്കണേ. ഓക്കെ. ഓ മൈ ഗോഡ്. come on, you can do this. Come on. എന്റെ ബ്രോ എന്തേലും കാണിച്ചോ? മെയിലാണോ ഫീമെയിൽ? ഒന്നും പറയല്ലേ. ഡു സംതിങ് ഇസ് ആക്ഷൻ ഓർ ആക്ടർ ആണോ? ഓക്കെ. എനിത്തിങ്. കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ഓക്കെ. പുള്ളിന് ഒരു ചേഷ്ട അല്ലേ?
ടെസ്റ്റ് ചേച്ചി എന്താണ് കാണിക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. ഷൈൻ ചേട്ടനാണോ? ആ അടുത്തെത്തിയിട്ടുണ്ട്. സൗ അല്ലല്ല അതിന്റെ അടുത്തെത്തി, അതന്നെ അടുത്ത നേരെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഓക്കെ, കുമ്പളങ്ങി നൈറ്റ്സ് എന്ന മൂവിയിൽ ഫഹദ് ഫാസിൽ. അല്ലല്ല അവിടെ അടുത്ത്. പെണ്ണാണോ ആണാണോ? ആണാണ്. ഓക്കെ, കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടതാ. ആ കണ്ടതാ. അതില് പല്ല് തേക്കാൻ അല്ല മിണ്ടാൻ പറ്റാത്ത. അതിനകത്താരം മിണ്ടാൻ പറ്റാതെ ഉണ്ട് ഒരാളുണ്ട്. അല്ല എനിക്ക് ഭയങ്കര ബാഡ് മെമ്മറിയാണ്. വേറെ എന്തെങ്കിലും പറഞ്ഞാ? Come on. മുടിയൊക്കെ ചുരുട്ടി കെട്ടുവോ? മുടി ഏത് സിനിമയിലും മുടി ചുരുട്ടി കെട്ടും? എനിക്ക് ബാഡ് മെമ്മറിയാന്ന്. ആ സിനിമ അല്ലാതെ വേറെ മുടി ഇങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ കെട്ടി മച്ചാൻ വേറെ മൂഡിലാണ് അതിനകത്ത്. പക്ഷെ എങ്ങനെ ഇതിലൊക്കെ പറഞ്ഞു കൊടുക്കണം? പേരിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞു തരൂ. അതും കൂടെ പറഞ്ഞാ പിന്നെ പേര് പറയണല്ലേ. എനിക്ക് ബാഡ് മെമ്മറി ആണോ? ബ്രദേഴ്സിലുള്ള ആളാണ്. ശരി, സമയം കഴിഞ്ഞു, ഇനി പേര് പറയാം. ബാസി, ശ്രീനാഥ് ബാസി ആയിരുന്നു. ശ്രീനാഥ് ബാസി ആയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ. ഇനി ഒന്നും നോക്കാതെ ഇങ്ങനെ തന്നെ ചെയ്തോ. Come on, do some action, any action. മമ്മൂട്ടിയുടെ ചെറുപ്പോ ദുൽഖറ. അത് ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ. മമ്മൂക്കയുടെ അത് ബ്രില്യൻസ് ആയിരുന്നു. എന്റെ ഫേവറേറ്റ് സിനിമ ഏതാ അഭിനയിച്ചേല്? കുമ്പളങ്ങി. അതിലെ ബ്രദർ ആരാ? സൗബിന. സോ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ നമ്മുടെ നായകൻ ആൻഡ് നായിക നമ്മളോടൊപ്പം തന്നെയുണ്ട്. എന്തായാലും മഹിമ നമ്മളോടൊപ്പം ഫ്രണ്ടിൽ ഉണ്ടാവണമെന്ന് ചെറുതായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഒരു ചിന്ന സെഗ്മെൻറ്റ് കൂടി ഷെയ്നിന് വേണ്ടി ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. So, Milestone Makers presenting Shine Up with Shane Nigam, a greet and meet event. ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ബൈറ്റ് ഹോംസ് 4. ഞങ്ങളുടെ ഇറ്റ്സ് ബീൻ പവേർഡ് ബൈ ഹാർവിയോര. ഞങ്ങളുടെ ഇന്നത്തെ ഈവൻറ്റ് പാർട്ണർ ദക്ഷ് ഇവൻറ്റ്സ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് പാർട്ണർ എന്ന് പറയുന്നത് ആരാണ്? VKS ബ്ലൂ ബീ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഇവൻറ്റ് പാർട്ണർ എന്ന് പറയുന്നത് ദക്ഷ് ഇവൻറ്റ്സ് ആണ് ഷൈൻ. അപ്പോൾ ഷൈൻ എന്താ പറഞ്ഞാൽ ഒരു 1000+ ഇവൻറ്റ്സ് ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട്. വൺ ഓഫ് ദ ലീഡിങ് ഇവൻറ്റ് കമ്പനീസ് ആണ് ഇന്ന് കേരളത്തിലെ. ആൻഡ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ദക്ഷ് ഇവൻറ്റ്സ് ആക്ച്വലി ഈ നമ്മുടെ കോവിഡിൻ്റെ ആ ഒരു പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ പോലും ഓൺലൈനായിട്ട് ഇവൻറ്റ്സ് ചെയ്തൊരു ഗ്രൂപ്പ് കൂടിയാണ്. സോ അവരൊരു പുതിയൊരു വെഞ്ചർ കൂടി തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു മലയാളത്തിൻ്റെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മുടെ യങ് സെൻസേഷനായ ഒരു ഷെയ്ൻ്റെ മുന്നിൽ അവർക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ലോഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് ദക്ഷ് ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് ദിഷൻ ചന്ദ്രൻ മാനത്ത് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാദരം ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദിഷൻ ചന്ദ്രൻ മാനത്ത് അദ്ദേഹമാണ് ഞങ്ങളുടെ ദക്ഷ് ഇവൻറ്റ്സ്. മൈക്ക് സോ ഞങ്ങളുടെ ദക്ഷ് ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് ദിഷൻ ചന്ദ്രൻ അമ്മാനത്ത് അദ്ദേഹം ഇവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ പുതിയ ഒരു സംരംഭമാണ്. ദക്ഷ് ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് ദിഷൻ. താങ്ക് യു. ഓക്കെ, സോ ഇനി മഹിമേനെ ഒന്നുകൂടി ഞങ്ങളൊന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മഹിമ, ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ലിറ്റിൽ ഹാർട്ട്സ് എന്ന മൂവിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ചെറിയൊരു സോങ് ഭയങ്കരമായിട്ടും വൈറലായി. അത് നമുക്ക് വേണ്ടി ഒന്ന് എനാക്ട് ചെയ്ത് ഒന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ലിറ്റിൽ ഹാർട്ട്സിന് വേണ്ടിയിട്ട്. റെഡി, മ്യൂസിക്.
സിനിമയ്ക്ക് വേണ്ടി ദേ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കര നൊസ്റ്റാൾജി ഉണർത്തുന്ന ആ ഒരു ചെറിയ സ്വീറ്റ് ബിസ്ക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ദേ ഞങ്ങളൊരു സ്വീറ്റ് ബോക്സ് കൂടി നൽകാൻ പോവുകയാണ്. വലിയ വിജയമാകട്ടെ, വലിയ മധുരം പങ്കിടാനായിട്ട് ലിറ്റിൽ ഹാർട്സിൻ്റെ കംപ്ലീറ്റ് ഫാമിലിക്ക് പറ്റട്ടെ. സാന്ദ്ര എൻറ്റയർ ടീമിനും ഞങ്ങൾ വിഷ് ചെയ്യുകയാണ്. വലിയൊരു 100+ ഡേയ്സിൻ്റെയൊക്കെ ഒരു സെലിബ്രേഷനിൽ നമ്മൾ ഭാഗമാകട്ടെ. യെസ്, ക്യാൻ വി ഗെറ്റ് ദ സ്വീറ്റ് ബോക്സ് പ്ലീസ്? ചിരിയും ചിരിയെ രാവിലുയരാം ചിരവിനഴയാൽ തോമനുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നെഞ്ചിലോ 100 പൊൻകിനാവെന്നിലും നിന്നിലെന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നെൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവൻ. സ്റ്റെപ്പ് എല്ലാം അറിയാലോ. സ്റ്റെപ്പ് അറിയോന്ന്? ഇത് ഇട്ട് റീലിട്ടല്ലോ ഞാൻ. ആർഡിഎക്സില് ഫുള്ള് കൊറേ ദിവസം കണ്ടിട്ടുണ്ട്, അപ്പൊ പഠിച്ചതാ. ആക്ച്വലി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എനിക്ക് പാരയായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഐറ്റമാണ്. ആണല്ലേ? കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും യങ്ങസ്റ്റ് ആങ്കർ കൂടിയാണ്. എന്താണ് എന്താണ് കഴിവ്, പാട്ട്, ഡാൻസ്. എന്നെ ഓർമ്മയുണ്ടോ? ഓ പിന്നെ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട് അമ്മ അത് ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഞാൻ മാളൂട്ടിയാവാ. മാളൂട്ടി മാളൂട്ടിയാ. അപ്പൊ ഇതുവരെ ആരായിരുന്നു? മിനിയോ? മിനിമോളോ? ക്യാരക്ടറെ പിടിച്ച്. ഓ, ക്യാരക്ടർ പിടിച്ചല്ലേ. ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്ത തെസ്നി ചേച്ചി ഇരിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത് മീര? അല്ല, യു. അതെ, മീര എന്നല്ലേ ഫസ്റ്റ്? ഞാൻ ചെയ്തത് ചേച്ചീനെയാണ്. സത്യം കേട്ടോ, ഞാൻ തെസ്നി ചേച്ചീനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്ത് ഭാഗ്യം ചേച്ചി ഞങ്ങളുടെ. ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. ഒരു സ്വീറ്റ് എടുത്ത് ഷെയ്നും മഹിമയും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് കാണും. ലിറ്റിൽ ഹാർട്സിന്റെയും കൂടിയാണ്. ആദ്യം ബാവയ്ക്ക് ഒരെണ്ണം കൊടുക്കാം. ഷെയ്ൻ തന്നെ കൊടുക്കാം. എനിക്ക് ഏതായാലും കുഴപ്പമില്ല. സ്പീഡാ. എനിക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല. വാവ്, താങ്ക് യു. കുറച്ച് കുറച്ചേ കഴിക്കുള്ളൂ, മതിയല്ലോ. വലുതായി വരുമ്പോ അല്ലേ. ഇനി അടുത്ത ചിലപ്പോ പറയാൻ പറ്റില്ല, നായികയായിട്ടൊക്കെ വന്നാ അന്ന് ഞങ്ങൾ ഇതൊക്കെ കുത്തി പൊക്കും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ്? അടുത്ത പടത്തില് ഞാന് ഷൈനികത്തിന്റെ നടിയായിട്ട് വരാം. ഷൈനികത്തിന്റെയോ? ആരാ ഷൈനികം? ഷൈനികം ഇവിടെ? ഇതാ. ആ, ഞാൻ ഷൈനികം. ടൈം ട്രാവൽ ചെയ്ത് ചെറുപ്പത്തിലേക്ക് പോകണം. ഇല്ല, അല്ല, ഒരു പടം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ മാറി മാറി ചെയ്ത കുഴപ്പമില്ല. ശരിയാണ്. അപ്പൊ ലിറ്റിൽ ഹാർട്സിന്റെ ടീമിനെ കൂടി ഈ ടൈമിൽ നമ്മുടെ മഞ്ജു ഗോപിനാഥ് ഞങ്ങളുടെ PRO ആണ്. മലയാളത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ദ ലേഡി സാന്നിധ്യം PRO മഞ്ജു ഗോപിനാഥ്. സാന്ദ്ര ചേച്ചീനെ, വിൽസൺ ചേട്ടനെ, തെസ്നി ചേച്ചീനെ, തങ്കക്കൊലുസൂന് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ഞാൻ മഞ്ജുവിനെ എല്ലാവരെയും വിളിക്കുകയാണ് ഞങ്ങൾ ലിറ്റിൽ ഹാർട്സിന് വേണ്ടിയിട്ട്. സോ ഞങ്ങളൊരു ഫോട്ടോ സെഷൻ ഉണ്ട് ഇനി ലിറ്റിൽ ഹാർട്സിന് വേണ്ടിയിട്ട്. ക്യാൻ വി ഹാവ് എ ഫോട്ടോ? ഏറ്റവും ഞാൻ കണ്ടതിൽ കാഷ്വൽ പ്രൊഡ്യൂസർ വിൽസൺ ചേട്ടനാണ്. ഈ ഡ്രസ് കോഡിൽ അടിപൊളി കേട്ടോ. സാധാരണ പ്രൊഡ്യൂസേഴ്സൊക്കെ ഭയങ്കര ഇതായിട്ട് കൂളാണെന്നൊക്കെ. ഞങ്ങളുടെ ഇന്നത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻറ്റിംഗ് ഷൈൻ അപ്പ് വിത്ത് ഷെയ്ൻ നിഗം എ ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഷോ. ഞങ്ങളുടെ ഇന്നത്തെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ബെയ്റ്റ് ഹോംസ് 4 ആണ്. ബെയ്റ്റ് ഹോംസിനെ പറ്റി പറയുമ്പോൾ ഷെയ്ൻ പകുതി പൈസയ്ക്ക് വീട് പണിയുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ബെയ്റ്റ് ഹോംസ് 4 അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകുതി പൈസ നമ്മൾ കൊടുത്താൽ മതി, ബാക്കി പകുതി എന്ന് പറയുന്നത് 50 തവണകളായിട്ട് നമ്മൾ അടച്ചാൽ മതി. അതും നമുക്ക് പലിശകളൊന്നും തന്നെ ഇല്ലാതെ 20% സബ്സിഡി നമുക്ക് കിട്ടും. പിന്നെ ഓരോ ടൈമിലും അവരുടെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് അവരുടെ കൺസ്ട്രക്ഷൻ എവിടെ ഇരുന്നാലും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ ഇപ്പം നമ്മൾ വീട് പണിയാനായിട്ട് അവരെ ഏൽപ്പിച്ചുവെങ്കിൽ നമുക്ക് അവരുടെ ഹോംസ്
4 എന്ന് പറയുന്ന ഒരു ആപ്പ് കൂടിയുണ്ട്. അതിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് തന്നെ, കാരണം ലൈവ് ക്യാമറ ഇവർ ഓൾറെഡി ഓരോ ഇവരുടെ സൈറ്റിലും ഫിക്സപ്പ് ചെയ്യുന്നുണ്ട്. സോ ലൈവ് ക്യാമറയുടെ കാര്യങ്ങൾ നമ്മൾക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പം തന്നെ വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ പ്ലാൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഹോംസ് 4 എന്ന ആപ്പ് നിങ്ങൾ ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. സോ ബെയ്റ്റ് ഹോംസ് 4 വേണ്ടിയുള്ള ഒരു ചെറിയ സ്നേഹോപഹാരമാണ് ഇന്ന് ഷെയ്ൻ ഇവിടെ നൽകാൻ പോകുന്നത്. ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻറ്റിംഗ് ഷൈൻ അപ്പ് വിത്ത് ഷെയ്ൻ നിഗം. സോ ബെയ്റ്റ് ഹോംസ് 4. ഫസലോ റഹ്മാൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഫസലോ റഹ്മാൻ, ഹോംസ് 4ൻ്റെ മാനേജിംഗ് ഡയറക്ടർ. ഫസലോ പ്ലീസ്. പകുതി പൈസയ്ക്ക് കേരളത്തിൽ ഉടനീളം വീടുകൾ പണിത് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. സോ ഞങ്ങളുടെ ബെയ്റ്റ് ഹോംസ് 4 എന്ന ആപ്പ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ ഇവൻറ്റ് പാർട്ട്ണർ ദക്ഷ് ഇവൻറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ദിഷൻ ചേട്ടനെ ഞാൻ ഒന്നുകൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സീനിയർ സ്റ്റാഫായ രഞ്ജിത്തിനെ ഞാനൊന്ന് ഞങ്ങളുടെ ഉപഹാരം ഏറ്റുവാങ്ങാനായിട്ട് എത്തുകയാണ്. അവരുടെ ഒരു വെഞ്ചർ ഇന്ന് ഈ വേദിയിൽ വെച്ച് നമ്മൾ അൺവീൽ ചെയ്തെന്നു. സീനിയർ സ്റ്റാഫായ രഞ്ജിത്താണ് ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നത്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഷോയുടെ റിഫ്രഷ്മെൻറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഞങ്ങളുടെ VKS ബ്ലൂ ബി ആണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ആലൻ ആൻഡ് നിതീഷിനെ കൂടി ഞാനൊന്ന് വിളിക്കുകയാണ്. ഞങ്ങളുടെ റിഫ്രഷ്മെൻറ്റ് പാർട്ട്ണർ. നല്ല അസൽ കുക്കീസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സോ സ്നാക്ക് ബോക്സും അടിപൊളിയായിരുന്നു. സോ ഇന്നത്തെ ഷോയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിഫ്രഷ്മെൻറ്റ് പാർട്ട്ണർ VKS ബ്ലൂ ബി. താങ്ക് യു. 2 Yes. Thank you so much for all the cookies and the snack box. Thank you. ഇനി ഹാർവിയോര, ഇന്നത്തെ ഞങ്ങളുടെ ഷോ ഇസ് ബീൻ പവേർഡ് ബൈ ഹാർവിയോര എന്ന് പറയുന്ന അഡീനിയം പ്ലാന്റ്സ് ആണ്. നമ്മൾ വീട്ടിൽ വെച്ചാൽ തന്നെ വീടിന് വളരെ ഐശ്വര്യം, പോസിറ്റീവ് എനർജിയും നിറയ്ക്കുന്ന ഒരു അഡീനിയം പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹാർവിയോര എന്ന് പറയുന്നത്. ഓൾ ഓവർ ഇന്ത്യ അവരിപ്പം ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന് നൽകാൻ വേണ്ടിയിട്ട് മഹിമേനെ കൂടി ഞാനൊന്ന് കൈമാറാനായിട്ട്, ഒരു പോസിറ്റീവ് ലക്ക് സൂചകമായിട്ട് നമ്മൾ മഹിമേനെ ഹാർവിയോരയുടെ ആ ഒരു പ്ലാന്റ് കൈമാറാനായിട്ട്. അഡീനിയം പ്ലാന്റ്സ് ആണ്. നമ്മൾ വീട്ടിൽ വച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ക് കൊണ്ടുവരും എന്നൊരു വിശ്വാസമാണ് ഈ അഡീനിയം പ്ലാന്റ്സിനുള്ളത്. അല്ല, വെറുതെ ഷെയ്നെ ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്യുകയാണ്. ദാറ്റ്സ് ഇറ്റ്. സോ ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ ഞങ്ങൾ ഓൺലൈനിലൂടെ ഹാർവിയോരയുടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു മഹിമ. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. ഇനി ഇത്രയും ഞങ്ങളുടെ കണ്ടൻറ്റുകളെല്ലാം തന്നെ ഇത്രയും കൃത്യമായിട്ടിരുന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചാക്കോച്ചൻ, സുരേഷ് ഗോപിക്ക് ശേഷം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇവൻറ്റ് ഇത് തന്നെയായിരുന്നു. സുരേഷ് ചേട്ടനൊക്കെ ശേഷം ഇത്രയും എന്താ പറയുക, ഇത്രയും കോപ്പറേറ്റീവായിട്ട് ഞങ്ങളോടൊപ്പം ഇരുന്നൊരു സ്റ്റാർ കൂടിയാണ്. കണ്ടിട്ടുണ്ടായിരുന്നോ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ? കാണാറുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ എന്തായാലും ഷെയ്ൻ നിഗത്തിന് വേണ്ടിയുള്ള ഒരു സ്നേഹോപഹാരമാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങളുടെ എല്ലാമായ ഷാൽബിൻ വിനയൻ പ്ലീസ്. ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഫൗണ്ടർ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഷാൽബിൻ വിനയൻ എന്ന് പറയുന്ന ആൾ, ഞാൻ പ്രായം പറയുന്നില്ല, അത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു വിജയം അറ്റൈൻ ചെയ്ത ഒരാളാണ്. ഇന്ന് മലയാളത്തിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പേജസ് എല്ലാം തന്നെ ഷാൽബിൻ്റെതാണ്. ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും. അപ്പം അത്രയും വർഷത്തെ ഒരു വലിയൊരു പ്രയത്നം, ഒരു ഇൻ്റർവ്യൂറായിട്ട് തുടങ്ങി ഒരു ചെറിയ ക്യാമറയായിട്ട് ഷാൽബിൻ തന്നെ തുടങ്ങി ഇന്ന് വലിയ ടീമായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. കേരളത്തിലുടനീളമായിട്ട് ഇന്ന് ഓരോ സ്റ്റാർസും അന്വേഷണത്തി മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ചെയ്യാറുണ്ട്. സോ ഷാൽബിനാണ് ഷെയ്നിന് വേണ്ടി ഒരു ഗിഫ്റ്റ് നൽകാൻ പോകുന്നത്. ഷാൽബിൻ, താങ്ക് യു. ഇനി ഒരൊറ്റ റിക്വസ്റ്റും കൂടെ ഉണ്ട്. മൈൽ സ്റ്റോണിൻ്റെ ക്രൂവിനെയും കൂടി ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഇങ്ങനൊരു ഇത്രയും എന്താ പറയുക, ഹാർട്ട് ഫെൽട്ട് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു. അതായത് ഇതൊരു നോർമലായിട്ടുള്ളൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ എനിക്ക് തന്നൊരു വലിയൊരു ഗിഫ്റ്റാണ് ഇന്നത്തെ ദിവസം. ഒരുപാട് ഞാൻ കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കണക്ഷൻ കുറേയൊക്കെ വിട്ടുപോയ കുറേ പേരെ എനിക്കിന്ന് കാണാൻ പറ്റി. പിന്നെ എന്താ പറയുക, ഇത്രയും നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾ വെച്ചതിൽ നിങ്ങളുടെ വളരെ ആത്മാർത്ഥമായ ഒരു എഫേർട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ ഞാൻ ഒരുപാട് അംഗീകരിക്കുന്നു.
എന്നും എന്താ പറയുക കടപ്പാടോടെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടൺ ആക്ച്വലി. അപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഞങ്ങളുടെ ഓഫ് സ്ക്രീൻ ക്രൂവിനെ കൂടി ഒന്ന് വിളിക്കുകയാണ് ഷെയ്നുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ. ഒന്ന് എല്ലാവരും വരാം, അപ്പൂസ് ടീം എല്ലാവരും ഒന്ന് വരാവോ? എല്ലാവരും വാ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻറ്റിംഗ് ഷൈൻ അപ്പ് വിത്ത് ഷെയ്ൻ നിഗം എ ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഷോ. അങ്ങനെ ഇവിടെ ഇത് അവസാനിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ഡിമാൻഡ് ചെയ്ത് ഷെയ്ൻ നിഗത്തെ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിലേറെ സൂപ്പർ താരങ്ങളുമായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്റ്റാർസുമായിട്ട് അവരുടെ ഫാൻസ് മീറ്റുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനിയും എത്തും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻറ്റിംഗ് ഷൈൻ അപ്പ് വിത്ത് ഷെയ്ൻ നിഗം.